ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം ദേവസ്വം വിജിലൻസ് ഇതാ കണ്ടെത്തിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് അദ്ദേഹമാണ് ഇതിന്റെ സ്പോൺസർ, അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പീഠങ്ങൾ കണ്ടെത്തിയത്. പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ആരോപണങ്ങളിൽ ദുരൂഹത ഉണ്ട് എന്നാണ് വിജിലൻസിന്റെയും വിലയിരുത്തൽ. അന്വേഷണ വിവരങ്ങളുമായിട്ട് അനന്തൻ. ദേവസ്വം ബോർഡിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ, പ്രതിക്കൂട്ടിലാക്കിയ ഒരു വിഷയമായിരുന്നു ഇത്. കോടതിയിൽ നിന്ന് നിശ്ചിതമായ വിമർശങ്ങൾ ഇതിന്റെ പേരിൽ ക്ഷണിച്ചു വരുത്തി. എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്താൽ മതിയെന്നും, പിന്നെ ഇതിന്റെ കാര്യത്തിൽ മാത്രം ഇളവ് നൽകി വേഗത്തിൽ ഇത് തിരികെ കൊണ്ടുവരണമെന്നും ഒക്കെ ഹൈക്കോടതിയുടെ മുമ്പിൽ നിന്ന് വളരെ ശക്തമായ ഭാഷയിൽ ദേവസ്വം ബോർഡിനെ കേൾക്കേണ്ടി വന്നതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇത് കാണാനില്ല എന്നൊരു വിവരവും പങ്കുവച്ചത്. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിൽ സംഭവിക്കുന്നത്? എവിടെ നിന്നും കണ്ടെത്തുന്നു? ദേവസ്വം ബോർഡിന് ആശ്വാസമാകുന്നു ഇത്? തീർച്ചയായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ ആശ്വാസമാണ്. കാരണം ഈ പീഠങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ സംശയ നിലനിർത്തുന്ന ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അതിന് അറുതിയായിരിക്കുന്നു. ഈ സ്വർണം പൂശിയ പീഠങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വരുന്നത് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് അറ്റകുറ്റപ്പണി നടത്താൻ ചെന്നൈയിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായിരുന്നു. ആ വിവാദവുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണപ്പാളികൾ ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത് ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിലേക്കാണ്. ആ സ്ഥാപനത്തിന്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് ഈ വിവാദത്തിനിടയിൽ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയത്. അതായത് ഈ സ്വർണ്ണ പാളിക്കൊപ്പം 2 പീഠങ്ങൾ കൂടി താൻ ശബരിമലയിലേക്ക് കൊടുത്തുവിട്ടിരുന്നു. എന്നാൽ ആ പീഠങ്ങൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ അതിൻ്റെ അളവിനനുസരിച്ച് ഉള്ളതായിരുന്നില്ല. തുടർന്നത് ദേവസ്വം ബോർഡ് മാറ്റിവെക്കുകയും ചെയ്തു. പക്ഷേ ആ പീഠങ്ങൾ എവിടെ പോയി എന്നുള്ളൊരു ആരോപണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നേരം ഉയർത്തിയത്. ഈ പീഠങ്ങൾ കാണാനില്ല, അത് ദേവസ്വം ബോർഡിന്റെ പക്കലാണുള്ളത്. ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് അത് തട്ടിയെടുത്തു എന്ന മട്ടിലുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയത്. ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഹൈക്കോടതിയാണ് ഈ പീഠങ്ങൾ എവിടെയെന്ന് കണ്ടെത്താനുള്ള നിർദ്ദേശവും നൽകിയത്. അതിനായി ഹൈക്കോടതി ചുമതലപ്പെടുത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിനെയാണ്. വിജിലൻസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പീഠങ്ങൾ എവിടെയെന്നുള്ള വിശദമായ അന്വേഷണത്തിലായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡിന്റെ എല്ലാ സ്ട്രോങ് റൂമുകളും വിജിലൻസ് സംഘം അരിച്ചുപിറക്കി. ഏറ്റവും ഒടുവിൽ ഈ പീഠങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പീഠങ്ങൾ കാണാനില്ല, അത് ദേവസ്വം ബോർഡ് തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ്. ഈ ബന്ധുവിന്റെ വീട്ടിൽ ഈ പീഠങ്ങൾ ഉണ്ട് എന്ന് വിജിലൻസ് കൃത്യമായ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടത്തുന്നു, ബാംഗ്ലൂരിലെ വീട്ടിൽ പരിശോധന നടത്തുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ പീഠങ്ങൾ സംബന്ധിച്ച് ചില സൂചനകൾ കിട്ടിയത്. അപ്പോൾ വിജിലൻസ് ആദ്യം കിട്ടിയ സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ജീവനക്കാരന്റെ വീട്ടിലാണ് ഈ പീഠങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പീഠങ്ങൾ അവിടെ നിന്ന് മാറ്റി വെഞ്ഞാറമൂട്ടിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയത്. അങ്ങനെ ഇന്നലെ ആ വീട്ടിൽ നിന്ന് ഈ പീഠങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നാളെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ എന്താണ് സംഭവിച്ചതെന്ന് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതാണ്. ശബരിമലയിലേക്ക് ഈ പീഠങ്ങൾ കൊടുത്തുവിട്ടു, പക്ഷെ അവിടെ അത് പാകമായില്ല. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരൻ തന്നെ അത് തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ അത് സൂക്ഷിച്ചത് ഈ ജീവനക്കാരന്റെ വീട്ടിൽ തന്നെയാണ്. പിന്നീട് ഈ പീഠം സംബന്ധിച്ചുള്ള ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉയർത്തുകയും അത് വിവാദമാവുകയും ചെയ്തപ്പോൾ ഈ ജീവനക്കാരന് ആശങ്കയുണ്ടായി. തുടർന്നാണ് ഇത് തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഈ പീഠങ്ങൾ മാറ്റുന്നത്. പിന്നീട് ഈ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വിജിലൻസ് ഈ പീഠങ്ങൾ. അങ്ങനെയെങ്കിൽ ആദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാതെയാണോ? ഞാൻ പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമർപ്പണമാണിത്. അപ്പോൾ അതിലൊരു ഭാഗം അത് അവിടെ യോജിക്കുന്നതല്ല എങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയേണ്ടതല്ലേ? അല്ലാതെ ജീവനക്കാരൻ സ്വന്തം തീരുമാനത്തിൽ ഇത് മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പോൾ ആദ്യമേ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം പിന്നെ എന്തിനാ അദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ദേവസ്വം ബോർഡിനെ ഒരു സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്ന നിലയിൽ പ്രതികരിച്ചു? അതെ, ഈ ഇങ്ങനൊരു പീഠം ഉണ്ടെന്നും ഈ പീഠം ശബരിമലയിൽ എത്തിച്ചുവെന്നും അത് കാണാനില്ല എന്നും ആദ്യം ആരോപണം ഉന്നയിക്കുന്നതും അതുവരെ പുറം ലോകത്തിന് അറിയാത്തതുമായ വിവരം ആദ്യം കൈമാറുകയും ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. അതേ തുടർന്നാണ് ഈ പീഠത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. പക്ഷേ ഈ പീഠം അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല ഈ പീഠം അവിടെ അളവിന് അനുകൂലമല്ലാതെ വന്നപ്പോൾ അത് മാറ്റി അദ്ദേഹത്തിന്റെ പക്കൽ തന്നെയാണ് എത്തിയതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുന്ന ഒരു ദുരാരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉയർത്തിയത് എന്നുള്ളൊരു സംശയമാണ് വിജിലൻസിനുള്ളത്. അതിന് പിന്നിൽ ചില ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ അന്വേഷണം നടത്തണമെന്നുമാണ് വിജിലൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാളെ വിജിലൻസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കും. അപ്പോൾ തുടർ നടപടി ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തിനാണ് ഇങ്ങനൊരു ആരോപണം, ഇങ്ങനൊരു പീഠം അത് കാണാനില്ല, അത് കാണാതായതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സ്വാഭാവികമായിട്ടും ഇയാൾക്കെതിരെ ഒരു പരാതി നൽകാനുള്ള ഒരു സാഹചര്യം കൂടിയില്ലേ? കാരണം ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നു,
ബോർഡിൻ്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. ഒപ്പം ഇത് ഒരു സ്പോൺസർ എന്ന നിലയിൽ ഇദ്ദേഹം അയ്യപ്പനായി സമർപ്പിച്ച ഒരു സംഭവമാണല്ലോ. ഇത് എത്ര കാലം മുൻപ് ചെയ്തതാണ്? നമ്മളങ്ങനെ ഒരു വിശ്വാസപ്രകാരം സമർപ്പിച്ച കാര്യത്തിൽ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് സാധ്യമാകുന്നു? ദിവിഷ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2019 ഈ പീഠങ്ങൾ ശബരിമലയിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കൈമാറുകയല്ലായിരുന്നു. ദേവസ്വം ബോർഡിലെ ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചതിന് ശേഷം ഈ പീഠങ്ങൾ ഒരു ജീവനക്കാരൻ്റെ മറ്റൊരു മൂന്നാം കക്ഷിയുടെ കയ്യിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകി വിടുന്നത്. പക്ഷേ അത് സന്നിധാനത്തെത്തിയപ്പോൾ എന്തുകൊണ്ടോ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അളവിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അതവിടെ സ്ഥാപിക്കാൻ പറ്റാതെ അത് തിരിച്ച് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ്. ഇത് 2019 ഈ സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് ഒരു വിവരങ്ങളും പിന്നീടില്ല. പിന്നെ ഇങ്ങനൊരു പീഠം ഉണ്ടെന്നും അത് കാണാനില്ല എന്നും അതിന് പിന്നിൽ ദേവസ്വം ബോർഡാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനൊരു വിവരം കൊണ്ടുവരുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. അത് സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് കേടുപാടുകൾ തീർക്കാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ വിവാദത്തിനിടെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതിൽ ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ്. അപ്പോൾ ഹൈക്കോടതിയെ പോലും സംശയിപ്പിക്കാൻ രീതിയിൽ, അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലൊരു ആരോപണം എന്തിനാണ് ഈ സ്പോൺസർ തന്നെ ഇങ്ങനൊരു ഉന്നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സംശയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ പീഠം എവിടെയുണ്ട് എന്ന് കൃത്യമായ വിവരം ഉള്ള ആൾ തന്നെയാണ് അത് സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമിച്ചത്. ഏതായാലും ഇന്നലെ വൈകിട്ടാണ് ഈ പീഠം കണ്ടെത്തിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസ്. അത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കും. ദേവസ്വം ബോർഡ് തന്നെ വലിയ ആശ്വാസമാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം വലിയ ആരോപണ വിധേയനായി മാറിയ ഒരു സംഭവമാണ്. ദേവസ്വം ബോർഡിന്റെ ശബരിമലയിൽ എത്തിച്ച് ദേവസ്വം ബോർഡിന് കൈമാറിയ സ്വർണം പൂശിയ പീഠങ്ങൾ എവിടെ, അത് എങ്ങോട്ട് പോയി എന്നുള്ളത് വലിയ ദുരൂഹതയായിരുന്നു. ആ ദുരൂഹതയ്ക്കാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് തന്നെ ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് ഈ പീഠങ്ങൾ നിർമ്മിച്ച് ശബരിമലയിലേക്ക് കൊടുത്തുവിട്ടത്, അത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ട് ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ദ്വാരപാലക ശില്പങ്ങളിലെ പാളി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനൊപ്പം എക്സ്ട്രാ ആയിട്ടാണ് ഈ പീഠങ്ങൾ തൻ്റെ ഒരു വഴിപാടെന്ന നിലയ്ക്ക് കൊടുത്തുവിട്ടതെന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പക്ഷേ അത് പിന്നീട് ദേവസ്വം ബോർഡിന് കൊടുക്കാതെ തിരിച്ചു കൊണ്ടുവരികയും പിന്നീട് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചതും എന്തിനാണ് എന്നത് സംബന്ധിച്ചാണ് വലിയ ദുരൂഹത ഉയരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി കൃത്യത വരുത്തേണ്ടത് ഹൈക്കോടതിയാണ്.